പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈവനിങ്ങിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മുന്നിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഈ തരുണത്തിൽ ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് ദൈവം എനിക്ക് നൽകി തന്ന ചിന്ത ഇതാണ്: അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19 ആ വാക്യം. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, അതായത് മർക്കോസിൻ്റെ സുവിശേഷവും, ഈ 3 സുവിശേഷങ്ങളും വായിച്ചാൽ അതിൻ്റെ അകത്ത് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളൊരു സ്ത്രീ യേശു കർത്താവിൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ അവൾക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിചാരിച്ച് വളരെയേറിയ പുരുഷാരത്തിലേക്ക് കടന്നു വന്ന്, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് അവൾ കടന്നു വന്ന് എൻ്റെ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചതായി കാണുന്നു. യേശു കർത്താവ് അവളെ തിരിഞ്ഞു നോക്കി, മകളെ ധൈര്യമായിരിക്കുക, ഇന്നു മുതൽ നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയുന്നത്, നീ ആയിരിക്കുന്ന മേഖലകളിൽ നിൻ്റെ രോഗം എന്തുമായിക്കോട്ടെ, നിൻ്റെ വിഷയം എന്തുമായിക്കോട്ടെ, നീ പൂർണ്ണ വിശ്വാസത്തോടെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് എൻ്റെ യേശു കർത്താവിനെ ഒന്ന് തൊടുവാൻ, എൻ്റെ യേശുവിനെ ഒന്ന് അറിയുവാൻ ശ്രമിച്ചാൽ ഇന്ന് രാത്രിയിൽ നിനക്കൊരു വിടുതലുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു എവ്രി വൺ. താങ്ക് യു.